വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമലയിലെ ക്രമസമാധാന പാലനത്തിൽ ഇടപെടാനാകില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടെ വാദം പൊളിയുന്നു. തീർത്ഥാടനം സുഗമമാക്കാൻ ആവശ്യമായ ഏത് തീരുമാനവും എടുക്കാൻ നിരീക്ഷണ സമിതിക്ക് അധികാരം. അതിക്രമങ്ങൾ തടയാനും സമിതിക്ക് ഇടപെടാമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിടുന്നു. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഹൈക്കോടതി നിരീക്ഷക സമിതിയെ ചുമതലപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതായത് ശബരിമലയിലെ എല്ലാ പ്രശ്നത്തിലും ഹൈക്കോടതി നിരീക്ഷക സമിതിക്ക് ഇടപെടാനാകും. എന്നാൽ അവരുടെ നിലപാടനുസരിച്ച് ശബരിമലയിലെ പ്രശ്നങ്ങളിലൊന്നും തന്നെ ഇടപെടാനാകില്ല, അവിടുത്തെ സൗകര്യങ്ങൾ മാത്രമാണ് നിരീക്ഷിക്കുക എന്നൊരു ചുമതല മാത്രമാണ് ഉള്ളതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അതിന്റെ രേഖകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. അവന്തിക, കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനു വേണ്ടി എത്തിയിരുന്നു. ഭക്തർ എത്തിയപ്പോൾ അവർക്ക് ശബരിമലയിൽ എത്തി ദർശനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഒപ്പം ആക്രമണം ഉൾപ്പെടെ അവിടെ അരങ്ങേറുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിനുള്ള അധികാരം ഉണ്ട്. അക്രമ സംഭവങ്ങളിൽ പോലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ശബരിമലയിലെ തീർത്ഥാടനം സുഗമമാക്കുന്നതിന് ഉപദേശം നൽകുന്നതിനുള്ള അധികാരം ഈ നിരീക്ഷണ സമിതിക്കുണ്ട് എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന് നിരീക്ഷണ സമിതി അംഗം ജസ്റ്റിസ് രാമൻ നൽകിയ മറുപടി, ജസ്റ്റിസ് PR രാമൻ നൽകിയ മറുപടി ഇത്തരം കാര്യങ്ങളിൽ, അതായത് അവിടുത്തെ പോലീസിനെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതല്ല, അല്ലെങ്കിൽ അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനുള്ള അധികാരം തങ്ങൾക്ക് ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകുന്നതിനുള്ള അധികാരമാണ് തങ്ങൾക്കുള്ളത് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അത്തരം റിപ്പോർട്ട് തങ്ങൾ കോടതിയിൽ നൽകുമ്പോൾ മാധ്യമങ്ങൾക്ക് അക്കാര്യം ഉൾപ്പെടെ മനസ്സിലാകും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പീപ്പിൾ TV പുറത്തുവിടുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 27/11/2018 ഇത് സംബന്ധിച്ചുള്ള, അതായത് കഴിഞ്ഞ മാസം 27 ഹൈക്കോടതി നിരീക്ഷണ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൽ കൃത്യമായ കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: നിരീക്ഷണ സമിതിക്ക് ശബരിമലയിൽ ഏതു രീതിയിലും ഏത് സാഹചര്യത്തിലും ഇടപെടാം. സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ സമിതിക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കാം. തക്ക സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാം. ബന്ധപ്പെട്ടവർക്ക് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകാം. അതിക്രമങ്ങൾ തടയാനും സുഗമമായ തീർത്ഥാടനം ഒരുക്കാനും നിരീക്ഷണ സമിതിക്ക് ഇടപെടാം. അതിനുള്ള പൂർണ്ണമായ അധികാരവും അവർക്ക് ഹൈക്കോടതി അനുവദിച്ച് നൽകിയിട്ടുമുണ്ട്, നിരീക്ഷണ സമിതിക്ക് അനുവദിച്ച് നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ മാസം 27 ആണ് ഹൈക്കോടതി നിരീക്ഷണ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിൽ പ്രകാരം ജസ്റ്റിസ് PR രാമൻ, ഹൈക്കോടതി മുൻ ജഡ്ജി, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് S സിരിജഗൻ മുൻ ജഡ്ജിയാണ് ഹൈക്കോടതിയിൽ, അതോടൊപ്പം തന്നെ DGP A ഹേമചന്ദ്രൻ എന്നീ 3 പേരെയാണ് ഹൈക്കോടതി നിരീക്ഷണ സമിതി അംഗങ്ങളായി നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ഇപ്രകാരമാണ്: പ്രസന്റ്ലി ദ ഡയറക്ടർ ജനറൽ were appointed, ഈ 3 പേരുടെ പേരുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് were appointed by the court having overall supervision and powers to take on the spot decision or to give proper instructions to all concerned to give effect to the said order dated 27/11/2018, as also to ensure that smooth pilgrimage is facilitated and there occurs no excess from any corner. ഇതാണ് ആ ഉത്തരവിൽ പറയുന്നത്. അതനുസരിച്ച് നിരീക്ഷണ സമിതിക്ക് ശബരിമലയിൽ ഏത് സാഹചര്യത്തിലും ഏത് രീതിയിലും ഇടപെടാൻ കഴിയും. സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കാം. തക്ക സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ കഴിയും. ബന്ധപ്പെട്ടവർക്ക് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകാം. അതിക്രമങ്ങൾ തടയാനും സുഗമമായ തീർത്ഥാടനം ഒരുക്കാനും ഇടപെടാം എന്നിരിക്കെയാണ് മന്ത്രിക്ക് മറുപടിയായി ഈ രീതിയിൽ നിരീക്ഷണ സമിതി മറുപടി നൽകിയത്. മറ്റൊന്ന്, ട്രാൻസ്ജെൻഡേഴ്സ് ശബരിമലയിലേക്ക് എത്തുന്ന സമയത്ത് അവർ ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. അവർക്ക് ശബരിമലയിൽ പ്രവേശിക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ സമയത്ത് നിരീക്ഷണ സമിതി ഇടപെടുകയും നിരീക്ഷണ സമിതി അംഗങ്ങളെ ട്രാൻസ്ജെൻഡേഴ്സ് കാണുകയും അവർക്ക് കയറുന്നതിനുള്ള അനുമതി അവർ നൽകുകയും ചെയ്തിരുന്നു.
എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ വനിതകൾ കയറുന്ന സ്ത്രീകൾ കയറുന്ന അല്ലെങ്കിൽ കയറിയ പശ്ചാത്തലത്തിൽ ഇവർ ഇടപെടാതിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നു. അത് ശരിയല്ല എന്ന സമീപനമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. അതിനെതിരായിട്ടാണ് അവർ നിലപാട് കൈക്കൊണ്ടത്. എന്തായാലും ഹൈക്കോടതിയുടെ ഈ വിധിയുടെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവിടുമ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി, അതായത് വനിതാ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൂടി അവർക്ക് ഇടപെടാൻ കഴിയും. അല്ലെങ്കിൽ തക്ക സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള അധികാരം കൂടി ഹൈക്കോടതി നിരീക്ഷണ സമിതിക്ക് നൽകിയിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ് ഈ ഉത്തരവിലൂടെ. അവന്തിക. ശരി, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ ക്രമസമാധാന പാലനത്തിൽ ഇടപെടാനാകില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടെ വാദം പൊളിയുന്നു. തീർത്ഥാടനം സുഗമമാക്കാൻ ആവശ്യമായ ഏത് തീരുമാനവും എടുക്കാൻ നിരീക്ഷണ സമിതിക്ക് അധികാരമുണ്ട് എന്നുള്ള തെളിവാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടത്. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമലയിൽ നടയടയ്ക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. മണ്ഡലമാസ പൂജകൾക്ക് ശേഷം ഈ മാസം 27-നാണ് നടയടയ്ക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ. ശബരിമലയിൽ ഉച്ചവരെയുള്ള ഭക്തരുടെ തിരക്ക് 3.25 ലക്ഷത്തിന് മുകളിൽ കടന്നിരിക്കുന്നു. ശബരിമലയിൽ ഉച്ചവരെയുള്ള തിരക്ക് 3.25 ലക്ഷത്തിന് മുകളിലായിരിക്കുന്നു. ഇനിയും ഭക്തർ ശബരിമലയിലേക്ക് എത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. സന്നിധാനത്തേക്കുള്ള വലിയ നടപ്പന്തലിലെ വരി ഏകദേശം 4 സെഗ്മെന്റായി തിരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഈ പൊരി വെയിലത്തും ഭക്തർ ശബരിമലയിൽ സ്വാമിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി സന്നിധാനത്തിന് താഴെ വരി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഇന്നൊരു ദിവസം, അതായത് ശബരിമല മണ്ഡലമാസ പൂജകൾക്കായി നടയടയ്ക്കാൻ ഇനി 2 ദിവസം മാത്രം ശേഷിക്കെ ഇപ്പോഴും ഏകദേശം 3.25 ലക്ഷത്തിലധികം ഭക്തർ വന്ന സ്ഥിതിക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ 1 ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്ത് എത്തുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും വലിയ രീതിയിൽ ഭക്തർ ഈ വ്രതാനുഷ്ഠാനത്തോടു കൂടി എത്തുന്ന ഈ ഒരു വേളയിലും ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സന്നിധാനത്തെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശാന്തമായി, കൂടുതൽ ഭക്തി നിർഭരമായി തന്നെയാണ് സന്നിധാനവും അതുപോലെ തന്നെ ശബരിമലയും എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കനത്ത ഭക്തരുടെ വരവ് മൂലം തന്നെ ശബരിമലയിലെ നടവരുമാനത്തിലും വൻപിച്ച വർധനയുണ്ടായിട്ടുണ്ട്. എന്തായാലും അപ്പം അരവണ കൗണ്ടറുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സന്നിധാനത്ത് വൈകിട്ട് ഒരു ചെറിയ മഴയുണ്ടായതിനാൽ തന്നെ സന്നിധാനത്തെ പൊടിപടലങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടും ഭക്തിനിർഭരമായി ഒഴുകുന്ന ശബരിമലയിൽ യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇതുവരെ അരങ്ങേറിയിട്ടില്ല. എന്തായാലും മണ്ഡലമാസ പൂജകൾ ഈ മാസം 27-ന് നടക്കും. അതോടുകൂടി തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ഒരു ഭക്തജനത്തിലേക്ക് നാളെ കൂടിയാണ് ഉണ്ടാവുക. മറ്റന്നാൾ അതായത് 27-ാം തീയതി ശബരിമലയിലെ ഈ ഒരു മണ്ഡലമാസ പൂജകൾ നടക്കുന്നതോടുകൂടി ഈ തരത്തിൽ ഭക്തർക്ക് കയറാനുള്ള അവസരം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ഭക്തർ പ്രവേശിക്കും. എന്തായാലും 27-ാം തീയതി ഹരിവരാസനം പാടി നടയടച്ചാൽ പിന്നെ ശബരിമല തുറക്കുന്നത് മകരവിളക്ക് പൂജയ്ക്കായി 30-നാണ്. 30-ന് വൈകിട്ട് 5:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം മകരവിളക്ക് മഹോത്സവത്തോടുകൂടി ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം അവസാനിക്കുകയാണ്. എന്തായാലും ഇതുവരെ ശബരിമല ശാന്തമാണ്. ഏറെ ഭക്തിയോടുകൂടി നിരവധി പേർ ഇവിടെ വന്നു പോകുന്ന കാഴ്ചകളും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വളരെയധികം നല്ല ഒരു സ്ഥിതിയാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. പമ്പയിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ശബരിമലയിലേക്ക് വലിയ ഒരു ഭക്തജന പ്രവാഹം തന്നെയാണുള്ളത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 65,000-ന് മുകളിലേക്ക് ഉള്ള തീർത്ഥാടകർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാത്രി 12 മുതൽ ഇതുവരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. 65,000-ലധികം പിന്നിട്ടിരിക്കുന്നു. വളരെ തിരക്ക് ഉണ്ടെങ്കിൽ തന്നെ സുഗമമായ രീതിയിൽ ദർശനം നടത്തിയെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. நல்லா அருமையாக இருக்குது சார். நல்லா அபிஷேகம் நல்லா டைமிங் நல்லா இது பண்ணுறாங்க. பரவாயில்ல, நல்லா இருக்குது சார். അവിടെ വലിയ തിരക്കില്ല ഇല്ലയാ? ഇത് സാർ വലിയ രീതിയിൽ തിരക്കെല്ലാം ഉണ്ടല്ലോ അവിടെ. വലിയ ആളുകൾ എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക്? എന്നാലും സുഖമായിട്ട് രീതിയിൽ ചെയ്യാം. 8 മണി രാവിലെ 6 മണിക്കൂർ വരുന്നുണ്ട് സാർ. 6 മണിക്കൂർ ആ തിരക്കുണ്ടായിട്ട് നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് കാണാൻ പറ്റും.
വലിയ ഒരു തിരക്ക് ഉണ്ടെങ്കിൽ തന്നെയും സുഗമമായ രീതിയിൽ ദർശനം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മല ഇറങ്ങി വരുന്നവരാണ് ഇവർ. അതേസമയം ഒരു 3 മണിക്ക് ശേഷമായിരിക്കും ഇനി വലിയൊരു രീതിയിലുള്ള തിരക്കുണ്ടാവുക. എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് 65,000-ലധികം പേർ തീർത്ഥാടനം നടത്തി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സുഗമമായ രീതിയിൽ ദർശനം ഒരുക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ നിയന്ത്രണങ്ങൾ അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം എല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും സുഗമമായ രീതിയിൽ ഭക്തർക്ക് കടന്നു പോകുന്നതിനും വേണ്ടിയാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഗമമായ രീതിയിൽ ദർശനം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഓരോ ഭക്തരും നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു വെക്കേഷന്റെ ഒരു സമയമാണ്. കാരണം അവധിക്കാലമായതിനാൽ നിരവധി ആളുകൾ ഇപ്പോഴും എത്തുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ അടക്കമുള്ള അവധികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവധി ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പമ്പയിൽ നിന്നും രാജീവ് കണ്ണാടിക്കൊപ്പം TP പ്രശാന്ത്. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഏറ്റെടുത്ത് NDA സഖ്യകക്ഷിയായ ശിവസേനയും. ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയാണ് ഇതേ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ശിവസേനയെ അനുനയിപ്പിച്ചില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് BJPയുടെ ആഭ്യന്തര സർവേ ഫലങ്ങൾ പറഞ്ഞിരുന്നു. ശിവസേനയുമായുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ അമിത്ഷാ നിയോഗിച്ചിരുന്നുവെങ്കിലും BJPയുമായി സഖ്യമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശിവസേന. മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പതിവായി ഉപയോഗിച്ച പരാമർശമാണ് ചൌക്കീദാർ ചോർ ഹെ എന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലെ പന്ധാർപൂരിൽ നടന്ന റാലിയിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും ഇതേ പരാമർശം ഉപയോഗിച്ചിരിക്കുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഒരു നേതാവിന്റെയും പേര് ഉദ്ധവ് താക്കറെ പരാമർശിച്ചിട്ടില്ല എന്നത് വാസ്തവം. എന്നാൽ 2014 തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദി കൂടുതൽ ഉപയോഗിച്ച വാക്കാണ് കാവൽക്കാരൻ എന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങളുടെ പണത്തിനും വിശ്വാസത്തിനും കാവൽക്കാരനായി പ്രവർത്തിക്കുമെന്നായിരുന്നു മോദിയുടെ വാഗ്ദാനം. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ BJP പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളെ അഭിനന്ദിച്ച് ശിവസേന രംഗത്തെത്തിയിരുന്നു. ധീരമായ തീരുമാനമാണ് ജനങ്ങളുടേതെന്നായിരുന്നു ശിവസേനയുടെ പ്രതികരണം. റഫാൽ ഇടപാടിൽ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. എന്നാൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞിരുന്നു. ഈ പ്രസംഗത്തിലൂടെ BJPയുമായി ശിവസേന ശക്തമായി ഇടഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകളിൽ 40 സീറ്റുകളും NDAക്ക് ലഭിച്ചിരുന്നു. ശിവസേനയുമായി സഖ്യമുണ്ടാക്കിയാൽ 2014 പ്രകടനം ആവർത്തിക്കാൻ BJPക്ക് സാധിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ. സഖ്യമില്ലെങ്കിൽ BJPയുടെ സീറ്റ് നില 18 മുതൽ 20 സീറ്റ് വരെയായി ചുരുങ്ങും. NCP സഖ്യത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് 22 മുതൽ 24 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. BJPയുമായി സഖ്യത്തിനില്ലെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ നിരന്തരമായി പറയുന്നുണ്ടെങ്കിലും സഖ്യകക്ഷിയായില്ലെങ്കിൽ 4-5 സീറ്റിൽ കൂടുതൽ ശിവസേനയ്ക്ക് ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. എന്നാലും BJPയുമായി സഖ്യത്തിനില്ലെന്നാണ് ഉദ്ധവ് താക്കറയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാവുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പൊതുസ്ഥലങ്ങളിലെ നമസ്കാരം വിലക്കി ഉത്തർപ്രദേശ് പോലീസ്. മുസ്ലിം തൊഴിലാളികൾ നമസ്കരിക്കുന്നത് വിലക്കി നോയിഡ പോലീസാണ് അറിയിപ്പ് പുറപ്പെടുവിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മുസ്ലിം തൊഴിലാളികൾ നിസ്കരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അവർ ജോലി ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കുമെന്ന് അറിയിപ്പിൽ നോയിഡ പോലീസ് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാമുദായിക ഐക്യം തകരാതിരിക്കാനാണ് നീക്കമെന്നാണ് പോലീസ് വിശദീകരണം. പുതിയ ഉത്തരവ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി പരത്താൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. IT കമ്പനികൾ ഏറെയുള്ള നോയിഡ സെക്ടർ 58 അടക്കമുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വെള്ളിയാഴ്ച നമസ്കാരം നിരോധിച്ച് ഉത്തർപ്രദേശ് പോലീസ് ഉത്തരവിട്ടത്. ഇനി മുതൽ പള്ളികളിലോ ഓഫീസ് പരിസരത്തോ വെച്ച് പ്രാർത്ഥന നടത്തണമെന്ന് പോലീസ് ഉത്തരവിൽ പറയുന്നു. 500 മുതൽ 600 പേർ വരെ പ്രാർത്ഥനയ്ക്കായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എത്തുന്ന പ്രദേശത്താണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന് എതിരായി നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാമുദായിക ഐക്യം തകരാതിരിക്കാനാണ് നിരോധനമെന്നും പോലീസ് പറയുന്നു. അതേസമയം പോലീസ് ഉത്തരവിൽ വ്യക്തത തേടി കമ്പനികൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടുണ്ട്. ജീവനക്കാർ ഉത്തരവ് ലംഘിക്കുകയാണെങ്കിൽ തങ്ങൾ എങ്ങനെ ഉത്തരവാദികളാകുമെന്നാണ് കമ്പനികളുടെ ചോദ്യം. ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി പരത്താനുള്ള യോഗി സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് നിരോധനമെന്ന് ആരോപണം ഉയർന്നുകഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യ തർക്കഭൂമി നിരീക്ഷിക്കുന്ന ജഡ്ജിനെ UP സർക്കാർ സ്ഥലം മാറ്റി. നിരീക്ഷകനായ ജഡ്ജ് അമർജിത് ത്രിപാഠിയെയാണ് സ്ഥലം മാറ്റിയത്. അംബേദ്കർ നഗർ സെഷൻ ജഡ്ജിയെയാണ് സ്ഥലം മാറ്റം. കഴിഞ്ഞ വർഷമാണ് ത്രിപാഠി ഉൾപ്പെടെയുള്ള 3 പേരെ സുപ്രീം കോടതി തർക്കഭൂമി നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. 2 ആഴ്ചയിലൊരിക്കൽ തർക്കഭൂമി നിരീക്ഷിച്ച് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകാനായിരുന്നു നിരീക്ഷക സമിതിക്ക് കോടതി നൽകിയ നിർദ്ദേശം. സ്ഥലം മാറ്റ വിവരം ത്രിപാഠി സുപ്രീം കോടതിയെ അറിയിച്ചു. ജനുവരി 4-ന് അയോധ്യ തർക്കഭൂമി കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് സ്ഥലം മാറ്റം.
സമ്പന്ന രാജ്യങ്ങളിലുള്ളവർ ലളിത ജീവിതത്തിലേക്ക് പോകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്മസ് രാവ് സന്ദേശത്തിലായിരുന്നു മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം. ലോകത്തെ പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അന്തരത്തെ പരാമർശിച്ചായിരുന്നു മാർപ്പാപ്പയുടെ സന്ദേശം. പോപ്പ് എന്ന നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 6ാമത്തെ ക്രിസ്മസ് ദിനമാണിത്. ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശവുമായി ജെറുസലേമിൽ നിന്നും ഫാദർ സ്ലീബ കാട്ടുമങ്ങാട്. ഈ വർഷത്തെ ക്രിസ്മസ് ആശംസകൾ യേശുവിന്റെ തിരുപ്പിറവി ദേവാലയത്തിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുകയുണ്ടായി. അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പാത്രീക്കീസ് ജെറുസലേമിന്റെ PR ബാറ്റിസ്റ്റ പിസാപാല പിതാവ് ബേഥലഹേം കവാടത്തിലെത്തിയപ്പോൾ വർണ്ണശബളമായ ഘോഷയാത്രയായി എത്തി സ്വീകരിച്ച് തിരുപ്പിറവി ദേവാലയത്തിൽ പാതിരാ കുർബാനയും അതിനു മുൻപായി പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിൻ തുടങ്ങി പലസ്തീൻ മിനിസ്റ്റേഴ്സ്, ബേഥലഹേം മേയർ തുടങ്ങി പ്രധാന ആളുകൾ പങ്കെടുത്ത ഒരു പൊതു മീറ്റിംഗ് ഉണ്ടാവുകയും ചെയ്തു. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അനുഭവത്തിൽ രാത്രി 12 മണിക്ക് പാതിരാ കുർബാനയോടുകൂടെ ക്രിസ്മസിന്റെ എല്ലാ ആഘോഷങ്ങൾക്ക് ദൈവം കരുണ ചെയ്തിടയാക്കിയിട്ടുണ്ട്. സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ തിരുപ്പിറവി ദേവാലയത്തിൽ ആഘോഷിച്ചു എന്നുള്ളതാണ് ഇവിടെ ബേഥലഹേമിൽ നടന്നതായ അനുഭവം. കൈരളി ചാനലിന് വേണ്ടി ഫാദർ സ്ലീബ കാട്ടുമങ്ങാട്ട്, ബേഥലഹേമിൽ നിന്ന്. പലതരത്തിലും സ്ത്രീകൾ കടുത്ത അപമാനവും വിവേചനവും നേരിടുന്ന കാലഘട്ടത്തിൽ വനിതാ മതിൽ വൻ വിജയമാക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും കടമയാണെന്ന് നാടക പ്രവർത്തകയും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ രജിത മധു. ചരിത്രബോധമില്ലാത്തവരാണ് വനിതാ മതിലിനെ എതിർക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇതുപോലുള്ള പോരാട്ടങ്ങളിലൂടെ നേടിയതാണെന്ന കാര്യം മറക്കരുതെന്നും സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാര ജേതാവ് കൂടിയായ രജിത മധു വ്യക്തമാക്കി. സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇപ്പോൾ ജനുവരി 1 വന്നു ചേരുന്നത്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ അശുദ്ധിയെക്കുറിച്ചും മാർത്തവത്തെക്കുറിച്ചും ചർച്ച ചെയ്ത് സ്ത്രീകൾ എത്രമാത്രം അപമാനിക്കാൻ പറ്റുന്നോ അത്രയും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. അപ്പോൾ അതിനെതിരെ നമുക്ക് ശക്തമായി മുന്നോട്ട് വരാനുള്ള ഒരു വൻ മതിലാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യമൊന്നും നമ്മൾ നേടിയെടുത്തതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്, രക്തസാക്ഷികളായവർ. അവരൊക്കെ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് നടന്നു പോകുന്നത്. മാറുമറക്കാനും മുട്ടിന് താഴെ മുണ്ടുടുക്കാനും ചെരുപ്പിടാനും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്തത്. ആ കാര്യങ്ങളെയൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് എന്താ പറയുക സ്ത്രീകൾക്കെതിരെയുള്ള ഈ അക്രമങ്ങൾ തുറന്നു കാണിക്കുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇനിയും നമുക്കിതൊന്നും കണ്ടും കേട്ടും സഹിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലിംഗസമത്വം വേണം, സ്ത്രീ സമത്വം വേണം എന്ന് ഞങ്ങൾ കേരളത്തെ പിന്നോട്ടല്ല മുന്നോട്ടാണ് നയിക്കേണ്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ മതിലല്ല കോട്ട തന്നെ പണിയണം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NMDC ലിമിറ്റഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 കോടി രൂപ സംഭാവന നൽകി. കമ്പനി CMDയും മലയാളിയുമായ N ബൈജേന്ദ്രകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന് ചെക്ക് കൈമാറി. ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും ദുരിതാശ്വാസ നിധി വിഹിതവും ചേർത്താണ് പണം സ്വരൂപിച്ചതെന്ന് CMD പറഞ്ഞു. കൊല്ലം മൺറോത്തുരുത്തിലെയും കൊച്ചി ഏലൂരിലെയും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ കമ്പനി 8.5 കോടി രൂപ നൽകുമെന്നും ബൈജേന്ദ്രകുമാർ വ്യക്തമാക്കി. കമ്പനി മാനേജർ AK പഥി, DGM ജയപ്രകാശ്, സംസ്ഥാന ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദൻ എന്നിവർ സന്നിഹിതരായിരുന്നു.